വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് വിത്ത് മീനു. അപ്പോൾ നമ്മളിന്ന് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിൽ. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ 2 സവാള അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് സൈഡിലോട്ടിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ 2 പട്ടയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിനി എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് കൂടെ ആഡ് ചെയ്യും. ഞാനിപ്പം ഒരു പച്ചമുളക് 2ആയിട്ട് കീറി ഇട്ടെന്നേ ഉള്ളൂ. എനിക്കത് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് കാഷ്യൂനട്ടും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കുഞ്ഞു തക്കാളി ആണെങ്കിൽ 3 എടുത്തോളൂ. നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തക്കാളി നല്ല ഒന്ന് ഇതായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇനി നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്നിടം വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനായിട്ട് നമുക്ക് അടപ്പ് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് അപ്പോഴത്തേക്ക് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിനി നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ആറി കിട്ടണം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് ജാറിലോട്ട് നമുക്കിതൊന്ന് അരയ്ക്കാനായിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലും ഒരു ബട്ടറിൻ്റെ സ്ലൈസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ചിരുന്ന 1 സവാള ഉണ്ട്, അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സവാള നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടണം നമുക്ക്. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. ഇപ്പോൾ സവാള നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യണം നമുക്ക്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് ഇതങ്ങനെ ഒന്ന് കുക്ക് ചെയ്യണം. നല്ലപോലെ ഇങ്ങനെ തിളച്ച് കുക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്കാവുന്നിടം വരെ നമ്മൾ ഇരിക്കണം. ഇനി നമുക്ക് നമ്മുടെ പനീർ, നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന പനീർ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പനീറിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് അടി കൂട്ടി ഇങ്ങനെ കൊടുക്കണം. ഒരുപാട് മിക്സ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ പനീർ ഉടഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കസ്തൂരി മെത്തിയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ക്രീമൂടെ മുകളിലൊഴിച്ച് നമ്മുടെ പനീർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. ചപ്പാത്തിയുടെ കൂടോ എന്തിൻ്റെയും കൂടെ ഭയങ്കര നല്ല ടേസ്റ്റായിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. അധികം എരിവും ഒന്നുമില്ല. അപ്പം ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.